Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Find the rank of the matrix 350,005,500. ഇത് ഡിസംബർ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ മെട്രിക്സിനെ എക്ലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യും. എക്ലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്തിട്ട് ആ എക്ലോൺ ഫോമിൽ എത്ര നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഉണ്ട് നോക്കാം. അതിലെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് അതിന്റെ റാങ്ക്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന മെട്രിക്സിനെ എക്ലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാം. ഇത് ഈ ഡിസംബർ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എക്ലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാം. എക്ലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് 3 5 0 0 0 5 5 0 0. നമ്മൾ ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്യുന്നത് ഈ സെക്കൻഡ് റോയില് നമ്മൾ R2 divided by 5. R2 changes to R2 by 5. അതുപോലെ R3 changes to R3 by 5. അപ്പൊ അങ്ങനെ വരുമ്പോ 3 5 0 0 0 1 1 0 0 നമ്പർ ചെറുതായിട്ട്. അടുത്ത ശേഷം എന്ത് ചെയ്യണം? അടുത്ത സ്റ്റേജില് ഈ 3യുടെ താഴെയുള്ള ഈ അംഗം 0 ആണ്. ഈ അംഗത്തെ 0 ആക്കണം. 1നെ 0 ആക്കണം. ഈ 1നെ 0 ആക്കണമെങ്കിൽ R3 changes to 3R3 minus R1. അപ്പോൾ ഫസ്റ്റ് റോ അങ്ങനെയാണ് കിടക്കുന്നത് 3 5 0. സെക്കൻഡ് റോ അങ്ങനെയാണ് കിടക്കുന്നത് 0 0 1. തേർഡ് റോ എന്തായിട്ട് മാറുന്നു? 3R3 minus 3R1. അപ്പൊ ഈ റോയിനെ 3 കൊണ്ട് ഗുണിക്കാം. 3 minus 3 0. ഇവിടെ നമ്മൾ 0 കൊണ്ട് ഗുണിക്കാം. 3 0 minus 5. അപ്പൊ ഇവിടെ കിട്ടും -5. ഇവിടെ 3 കൊണ്ട് ഗുണിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടണേ? 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 5 0 0 0 1 0 minus 5. ഇനി അടുത്ത സ്റ്റേജിൽ നമ്മൾ ചെയ്യാൻ പോണത്, അടുത്ത സ്റ്റേജില് ഈ R2 എന്ന റോയും R3 എന്ന റോയും ഇന്റർചേഞ്ച് ചെയ്യാണ്. R2 changes to R3. ഫസ്റ്റ് റോ എന്ത് വരും? 3 5 0. സെക്കൻഡ് റോ 0 minus 5 0. അടുത്ത ഏതാണ്? 0 0 1. ഇങ്ങനെ കിട്ടും. ഇവിടെ നമ്മൾ ചെയ്ത ഓപ്പറേഷൻ ആദ്യം നമ്മൾ സെക്കൻഡ് റോയിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, നമ്പർ ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ്. തേർഡ് റോയിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് 0 0 1 1 0 0 കിട്ടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഈ എക്ലോൺ ഫോം ആക്കാനായിട്ട് ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് നോൺ സീറോയുടെ 3യുടെ താഴെയുള്ളതൊക്കെ 0 ആക്കണം. ഇവിടെ പറഞ്ഞാൽ 0 ആണ്. ഈ 1നെ 0 ആക്കാനായിട്ട് R3 changes to 3R3 minus R1. ഈ തേർഡ് റോയിനെ 3 കൊണ്ട് ഗുണിക്കുന്നു. 3 3 3 minus 3 0. 3 minus 0 കൊണ്ട് ഗുണിച്ചാൽ 0 minus 5. അപ്പൊ -5. ഇവിടെ നമുക്ക് 0 minus 0 0. ഇനി അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്യും? ഈ R2 എന്ന റോയും R3 എന്ന റോയും ഇന്റർചേഞ്ച് ചെയ്യുന്നു. അപ്പൊ R3 എന്നുള്ളത് R2 ന് കൊടുക്കുന്നു, R2 എന്നുള്ളത് R3 കൊടുക്കുന്നു. R2 changes to R3, R3 changes to R2. അപ്പൊ 3 5 0 0 minus 5 0 0 0 1. ഇനി നോക്കാം, ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് താഴെയുള്ള എല്ലാം 0 ആയി. സെക്കൻഡ് റോയുടെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് താഴെയുള്ളതെല്ലാം 0 ആയി. തേർഡ് റോയില് 1 ആണ്. അപ്പോ ഇതൊരു എക്ലോൺ ഫോം ആയി. ദിസ് ഈസ് ആൻ എക്ലോൺ ഫോം. ദിസ് ഈസ് ആൻ എക്ലോൺ ഫോം. The number of non-zero rows, therefore rank is equal to, therefore rank എന്ന് പറഞ്ഞാൽ എന്താണ്? Rank is equal to number of non-zero rows. Non-zero rows. എത്രയാണ് non-zero? 1 2 3. Therefore ഈ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? 3 എന്നുണ്ട്. Rank is equal to 3. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് റാങ്ക് ഓഫ് ദ മെട്രിക്സ് കാണാനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. റാങ്ക് ഈസ് ഈക്വൽ ടു 3. ഇത് ഈ ഡിസംബർ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തതാണ്. നമ്മൾ ചെയ്ത ഓപ്പറേഷൻ അതാണ്, എലിമെന്ററി റോ വൈസ് ഓപ്പറേഷൻ ആണ് ചെയ്തത്. എലിമെന്ററി റോ വൈസ് ഓപ്പറേഷൻ ചെയ്തപ്പോൾ ആദ്യം തന്നിരിക്കുന്ന മെട്രിക്സ് എടുത്തു. മെട്രിക്സ് എടുത്തതിന് ശേഷം നമ്മളത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്തു? വല്ല കോമൺ ഫാക്ടർ ഒക്കെ എടുത്ത് കളയാം. ഇത് രണ്ടാമത്തെ റോയിൽ 0 0 5 എന്നുള്ളത് നമുക്ക് 0 0 1 ആക്കാം. മൂന്നാമത്തെ റോയിൽ 5 0 0 എന്നുള്ളതിനെ 1 0 0 ആക്കാം. നമ്പർ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ R2നെയും R3നെയും ഡിവൈഡ് ചെയ്യുമ്പോൾ അത് 1 ആയിട്ട് മാറും. അപ്പൊ നമ്പർ ചെറുതാണെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ഈസിയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? 3R3 minus R1 വെച്ച് ചെയ്തു. അതിനുശേഷം റോ ഇന്റർചേഞ്ച് ചെയ്തു. അപ്പൊ നമുക്ക് അതിൽ എത്ര റോസ് കിട്ടി? 3 നോൺ സീറോ റോസ്.
ഫസ്റ്റ് റോയില് നോൺ സീറോ എലിമെന്റ് ഉണ്ട്, സെക്കൻഡ് റോയില് നോൺ സീറോ എലിമെന്റ് ഉണ്ട്, തേർഡ് റോയില് നോൺ സീറോ എലിമെന്റ് ഉണ്ട്. അപ്പൊ മൊത്തം 3 നോൺ സീറോ റോസ് ഉണ്ട്. therefore റാങ്ക് ഡിഫൈൻ ചെയ്യുന്നത് റാങ്ക് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ എക്ലോൺ ഫോം. ഈ എക്ലോൺ ഫോമിലുള്ള നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ്. therefore റാങ്ക് ഈസ് ഈക്വൽ ടു 3. ഇനി ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Second question. Second question എന്താണ്? Show that the quadratic form q is equal to 3x1 square plus 22x1 x2 plus 3x2 square is indefinite. ഇതും ഡിസംബർ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദ ക്വാഡ്രാറ്റിക് ഫോം q is equal to 3x1 square plus 22x1 x2 plus 3x2 square is indefinite ആണ് തെളിയിക്കുക. അപ്പൊ ഇത് തെളിയിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? തന്നിരിക്കുന്ന ഈ ക്വാഡ്രാറ്റിക് ഫോമിൽ നിന്ന് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത മെട്രിക്സ് കണ്ടുപിടിക്കണം. കോഎഫിഷ്യന്റ് മെട്രിക്സ് കണ്ടുപിടിക്കണം. കോഎഫിഷ്യന്റ് മെട്രിക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ x1 സ്ക്വയറിന്റെയും x2 സ്ക്വയറിന്റെയും കോഎഫിഷ്യന്റ് ഡയഗണൽ ആയിട്ട് എഴുതാം. ഇങ്ങനെ ഡയഗണൽ ആയിട്ട് എഴുതാം. ഇനി x1 x2 ന്റെ കോഎഫിഷ്യന്റ് 22 ആണ്. ആ 22 ന്റെ പകുതി ഇവിടെ എഴുതാം. ഇതാണ് കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഇതൊരു സിമെട്രിക് മാട്രിക്സ് ആണ്. 3 11 11 3 എന്നുള്ളത് സിമെട്രിക് മാട്രിക്സ് ആണ്. കാരണം എന്താണ്? ഇതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ ഇത് കിട്ടും. അപ്പൊ 3 11 11 3. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കണം. ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? a minus lambda is equal to 0. ഇവിടെ i എന്നുള്ളത് നമുക്ക് എന്തെടുക്കാം? 1 0 0 1. ലാംഡ i അപ്പോൾ എന്തായിരിക്കും? ലാംഡ i എന്ന് പറഞ്ഞാൽ ലാംഡ 0 0 ലാംഡ. അപ്പൊ നമ്മുടെ a minus lambda എന്ന് പറഞ്ഞാൽ എന്താണ്? a minus lambda എന്ന് പറഞ്ഞാൽ 3 minus lambda then 11 then 11 then 3 minus lambda is equal to 0. ഇതായിരിക്കും നമ്മുടെ ഡിറ്റർമിന്റ് a minus lambda. ഈ ഡിറ്റർമിന്റ് a minus lambda കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഷോർട്ട് ഫോർമുല ഉണ്ട്. ആ ഫോർമുല എന്താണ്? ലാംഡ സ്ക്വയർ മൈനസ് trace of a into lambda square lambda plus determinant a is equal to 0. ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ആ ഫോർമുല ഏതാണ്? ലാംഡ സ്ക്വയർ മൈനസ് trace of a into lambda plus determinant a is equal to 0. That is lambda square minus trace of a എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് കൂട്ടി എഴുതാം. അപ്പൊ 6 lambda plus determinant a എന്ന് പറഞ്ഞാൽ determinant a കണ്ടുപിടിക്കാം. determinant എന്താണ്? 3 9 മൈനസ് 11 × 11 121. 121 മൈനസ് 121. അപ്പൊ നമുക്ക് എന്താ കിട്ടണേ? 121 നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ 3 9 മൈനസ് 11 × 11 121. അപ്പൊ 112 112 മൈനസ് 112. അപ്പൊ നമുക്ക് കിട്ടുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ മൈനസ് 112 is equal to 0 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഇത് നമുക്ക് സോൾവ് ചെയ്ത് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാം. കാൽക്കുലേറ്റർ കൊടുത്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ മറ്റോണം നമുക്ക് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ 6 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 36 മൈനസ് 4 4 പ്ലസ് ആകുമ്പോൾ 4 8 4 4 448 448 36 കൂട്ടും 8 പോകും 4 4 3 8 4 divided by 2. therefore 6 plus or minus 448 36 കൊണ്ട് 484 റൂട്ട് 22 2. അപ്പൊ നമുക്ക് 22 6 28 28 14 വരും. പിന്നെ 6 22 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 16 വരും. അപ്പോ -8.
അപ്പൊ നമുക്ക് ഈ ഐഗൻ വാല്യൂസ് നമുക്ക് കിട്ടുന്നത് ഈ രണ്ട് വാല്യൂസ് കിട്ടുന്ന ഏതൊക്കെയാണ് 14 മൈനസ് 8 therefore eigenvalues are lambda is equal to lambda 1 lambda 2 എന്ന് പറഞ്ഞാൽ എന്താണ് x equal to 14 minus 8 eigenvalues are 14 minus 8 അങ്ങനെ രണ്ട് eigenvalues കിട്ടും. ഇനി ക്വാഡ്രാറ്റിക് ഫോം ഇൻഡെഫിനിറ്റ് ആണോ നോക്കണം. ഇൻഡെഫിനിറ്റ് ആണ് നോക്കണമെങ്കിൽ നമ്മൾ eigenvaluesനെ ബേസ് ചെയ്ത് നോക്കണം. eigenvaluesൽ എല്ലാ വാല്യൂസും പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന eigenvalues എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയും പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയും. എല്ലാ വാല്യൂസ് നെഗറ്റീവ് ആണെങ്കിലോ നെഗറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയും. കുറച്ച് വാല്യൂസ് പോസിറ്റീവും കുറച്ച് വാല്യൂസ് സീറോ ആണെങ്കിലും സീറോയും പോസിറ്റീവും വരാണെങ്കിലോ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്. ഈ നെഗറ്റീവും അതുപോലെ തന്നെ സീറോയും വരാണെങ്കിലോ നെഗറ്റീവ് സെമി ഡെഫിനിറ്റ്. ഇനിയും പോസിറ്റീവും നെഗറ്റീവും വരാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻഡെഫിനിറ്റ്. Therefore here quadratic form is indefinite. ഇവിടെ quadratic form indefinite ആണ്. കാരണം എന്താണ് ഇവിടെ 14 മൈനസ് 8 രണ്ട് ഐഗൻ വാല്യൂസ് ഉണ്ട്. ഈ ഐഗൻ വാല്യൂസ് പോസിറ്റീവും നെഗറ്റീവും ആണ് വന്നിരിക്കുന്നത്. Therefore we can say that this quadratic form is indefinite. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലത്തിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരുക. ഇത് ഈ കഴിഞ്ഞ മാസം ഡിസംബർ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച ചോദ്യം കേട്ടോ. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനില് നമ്മൾ ആദ്യം ചെയ്തത് ആ ക്വാഡ്രാറ്റിക് ഫോമിൽ നിന്ന് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കോഎഫിഷ്യന്റ് മെട്രിക്സ് കണ്ടുപിടിച്ചു. ആ കോഎഫിഷ്യന്റ് മെട്രിക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്തത്? x1 സ്ക്വയറിന്റെ കോഎഫിഷ്യന്റും x2 സ്ക്വയറിന്റെ കോഎഫിഷ്യന്റും പ്രിൻസിപ്പൽ ഡയഗണലായിട്ട് എഴുതി. x1 x2 കോഎഫിഷ്യന്റ് പകുതിയാക്കി എടുത്ത് മറ്റ് രണ്ട് വശത്ത് എഴുതി. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു A. അപ്പൊ അങ്ങനെ ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കണം. ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡിറ്റർമിനന്റ് A മൈനസ് ലാംഡ I ഈസ് ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് A മൈനസ് ലാംഡ I ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ ഈക്വൽ ടു 0 അത് കണ്ടുപിടിക്കാൻ എളുപ്പ വഴി എന്താണ്? ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് A ഇൻടു ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് A ഈസ് ഈക്വൽ ടു 0. ആ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ആ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ മൈനസ് 112 ഈസ് ഈക്വൽ ടു 0. അത് സോൾവ് ചെയ്യുമ്പോൾ ലാംഡയുടെ രണ്ട് വാല്യൂസ് കിട്ടും, 14 മൈനസ് 8. ഈ രണ്ട് വാല്യൂസ് ആണ് ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിന്റെ ഈ ഐഗൻ വാല്യൂസ് കിട്ടി. ഇനി ഐഗൻ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് ഡെഫിനിറ്റ് ആണോ പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ നെഗറ്റീവ് ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും കിട്ടിയതിന്റെ പേരിൽ ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്നു. പോസിറ്റീവ് ഡെഫിനിറ്റ് വരുന്നപ്പോഴാണ് പോസിറ്റീവ് ഡെഫിനിറ്റ് വരുന്നത് എല്ലാ വാല്യൂസും പോസിറ്റീവ് വരികയാണെങ്കിൽ പോസിറ്റീവ് ഡെഫിനിറ്റ്, എല്ലാ വാല്യൂസും നെഗറ്റീവ് വരികയാണെങ്കിൽ നെഗറ്റീവ് ഡെഫിനിറ്റ്, പോസിറ്റീവും സീറോയും വരികയാണെങ്കിൽ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്, നെഗറ്റീവും സീറോയും വരികയാണെങ്കിൽ നെഗറ്റീവ് സെമി ഡെഫിനിറ്റ്, ഇനിയും പോസിറ്റീവും നെഗറ്റീവും വരികയാണെങ്കിൽ ഇൻഡെഫിനിറ്റ്. അപ്പൊ ഈ പ്രോബ്ലം ക്വാഡ്രാറ്റിക് ഫോം എന്താണ്? ഇൻഡെഫിനിറ്റ് ആണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.